നമസ്കാരം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കപ്പെടുന്നു എന്ന വാർത്ത വന്നത് ഇന്നലെയാണ്. എന്നാൽ ഉത്തരവിറങ്ങിയത് ഇന്ന് വൈകിട്ട്. എന്തുകൊണ്ടാണ് എന്ന കൗതുകത്തിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഡൽഹി യാത്രയുടെ ദിവസമായിരുന്നു. രത്തൻ ഖേൽക്കറിൻ്റെ നിയമനം ബംഗാളിൽ നടന്ന സംഭവത്തിന് സമാനമായ സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് കാരണമായി. അവിടെ ബി.ജെ.പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ശേഷം ആരോപിച്ചത് രാഹുൽ ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വമുണ്ട് എന്ന് ആരോപിച്ചത്. അതേ രാഹുലിൻ്റെ പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സമാനമായതും കുറച്ചും കൂടി ക്ലോസ് ആയതുമായ ഒരു പോസ്റ്റിംഗാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയത്. വിവാദം കത്തിപ്പടരുമ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AICC പ്രസിഡന്റ് ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സന്ദർശിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം KCക്കും രാഹുലിനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഖാർഗെയും ഇത് സംബന്ധിച്ച വിശദീകരണം ആരാഞ്ഞിട്ടുണ്ടത്രേ. എന്നാൽ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ചോദ്യം ഉയരുമ്പോൾ ഉത്തരവിറങ്ങിയില്ല എന്ന മറുപടി വരും എന്നുറപ്പുള്ളതുകൊണ്ട് വിവാദം ചർച്ചയാക്കിയില്ല. പക്ഷേ കൂടിക്കാഴ്ചകൾ അവസാനിപ്പിച്ചതിന് പിന്നാലെ ഉത്തരവിറങ്ങി. രത്തൻ ഖേൽക്കർ വി.ഡി. സതീശൻ്റെ സെക്രട്ടറിയായി. നേരത്തെ രാഹുലിനെ കുഴപ്പിക്കും വിധത്തിൽ അദാനി കമ്പനിയുമായുള്ള അലിഗേഷൻ ഉന്നയിക്കപ്പെട്ട സംഭവമുണ്ട്. NDA നേതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര നടത്തിയ സംഭവം മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുമ്പ്. മാധ്യമ റിപ്പോർട്ടുകളിലൂടെ ഈ സംഭവം വലിയ ചർച്ചയായി, ദേശീയതലത്തിൽ തന്നെ ചർച്ചയായി. ഒടുവിൽ രത്തൻ ഖേൽക്കറുടെ നിയമനം ബംഗാളിനോട് ഉപമിച്ച് രാഹുൽ ഗാന്ധിയെ പ്രതിക്കൂട്ടിലാക്കും വിധം ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ വിശ്വാസ്യതയെ ബാധിക്കും മട്ടിലുള്ള തീരുമാനം AICCയുടെ മുന്നിൽ ചോദ്യമായി എത്താനുള്ള വിദഗ്ധ നീക്കം മുഖ്യമന്ത്രി നടത്തി എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത്. തൽക്കാലത്തേക്ക് ഉത്തരവിറങ്ങാൻ ലേറ്റാക്കുക. ഒടുവിൽ ഉത്തരവിറങ്ങി. എന്നാൽ ഇനിയൊരു ചോദ്യം, അതിനുള്ള സാധ്യത ഒക്കെ മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയോടാണ് ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം. ബംഗാളിൽ ക്രമക്കേട് ആരോപിച്ച രാഹുലിന് കേരളത്തിലെ നിയമനത്തിൽ എന്താണ് അഭിപ്രായം എന്നതാണ് ചോദ്യം. CPM നേതാവ് VK സനോജ് പറഞ്ഞത് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് കൊള്ള നടത്തി. ആ വലിയ കൊള്ളയ്ക്കുള്ള വലിയ അംഗീകാരമാണ് ചീഫ് സെക്രട്ടറി നിയമനം എന്ന് ബംഗാളിലെ സംഭവം ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി ആരോപിച്ചതാണ്. എന്നാൽ അതേ രാഹുൽ നയിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓഫീസിലെ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. രാഹുലിന് എന്താണ് പറയാനുള്ളത് എന്നാണ് സനോജിന്റെ ചോദ്യം. ബംഗാളിലെ നിലപാട് തന്നെയാണോ കേരളത്തിലും എന്ന് P. രാജീവും ചോദിച്ചു. ആ ചുമതലകൾ ഒഴിവാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ആളെ വയ്ക്കുന്നത്. അങ്ങനെ വയ്ക്കുന്ന ഒരാളെ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ സ്വാഭാവികമായിട്ടും സിവിൽ സർവന്റ് എന്ന നിലയിൽ മറ്റ് ചുമതലകളിലേക്ക് പോകേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ തന്നെ നിയമിക്കുന്നത് പൊതുവെ ഇപ്പോൾ വലിയൊരു ആശങ്കകൾ സമൂഹത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഗൗരവമായ സംഗതിയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ബംഗാളിൽ എടുത്ത നിലപാട് തന്നെയാണോ കേരളത്തിൽ ഈ കാര്യത്തിലുള്ളതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടത്. ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും സംഭവം അതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP സീൽ വെച്ച് ഉത്തരവിറക്കിയ സംഭവം, വിവാദമായ സംഭവം മുതൽ നടപടിക്രമങ്ങളിൽ സംശയം ഉന്നയിച്ച CPM നേതൃത്വം നിയമനത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംശയകരമായ നീക്കങ്ങൾ ഉണ്ടായി എന്നും അതിന്റെ ഒടുവിലത്തെ പ്രതിഫല വിതരണമാണ് രത്തൻ ഖേൽക്കറുടെ നിയമനം എന്നുമാണ് CPMന്റെ ആരോപണം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്ന പ്രധാന പോയിന്റുകൾ ഇവയാണ്. ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാരസ്മരണയാണോ എന്നാണ് ചോദ്യം. പശ്ചിമ ബംഗാളിൽ സമാനമായ രീതിയിൽ നിയമനം നടന്നപ്പോൾ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കള്ളച്ചന്തയിൽ മോഷണം വലുതാണെങ്കിൽ പ്രതിഫലവും വലുതാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. നിയമനം ലജ്ജ ഇല്ലാത്ത കൂട്ടുകെട്ട്, ഒത്തുകളി എന്നാണ് AICC പ്രതികരിച്ചത്. കേരളത്തിൽ നടന്നത് കോൺഗ്രസും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ലജ്ജയില്ലാത്ത ഒത്തുകളിയും കൂട്ടുകെട്ടുമല്ലേ എന്ന് രാഹുൽ ഗാന്ധിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും വ്യക്തമാക്കണം. SIRന്റെ പേരിൽ ദശലക്ഷക്കണക്കിന് വോട്ടാണ് കേരളത്തിൽ ഇല്ലാതാക്കിയത്. യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യുകയും അനർഹരെ നിലനിർത്തുകയും ചെയ്ത കമ്മീഷൻ നിലപാടിനെതിരെ അന്ന് തന്നെ ഇടതുപക്ഷം രംഗത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ച തീയതിക്ക് ഒരാഴ്ച മുമ്പ് ആരെയും അറിയിക്കാതെ പേര് ചേർക്കുന്നത് അവസാനിപ്പിക്കാനും കമ്മീഷൻ നിർബന്ധം പിടിച്ചു. UDFന്റെ വോട്ടുകൾ ആകെ ആദ്യം തന്നെ ചേർത്തുവെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു പട്ടിക അന്തിമമാക്കാനുള്ള ധൃതി എന്ന സംശയമാണ് ബലപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJP സീൽ പതിപ്പിച്ചതും ഇത്തരത്തിലുള്ള മറ്റൊരു ഇടപെടലാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നതിലും പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായി. LDF സ്ഥാനാർത്ഥികളുടെ പല ചിഹ്നങ്ങളും വ്യക്തമായി കാണാത്ത രീതിയിൽ വോട്ടിംഗ് മെഷീന് പ്രിന്റ് ചെയ്തു എന്ന പരാതികളുണ്ട്. തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നടന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും വോട്ടിംഗ് ശതമാനം പുറത്തുവിടാൻ കൃത്യമായി പറയാൻ കമ്മീഷൻ തയ്യാറായില്ല. സ്ട്രോങ് റൂമുകൾ തുറന്നുവെന്ന ആക്ഷേപം ഉയർന്നു. ഇതിനെല്ലാം പിന്നിൽ ആസൂത്രിതമായ ഇടപെടലാണോ എന്ന സംശയമാണ് ഈ നിയമനത്തോടെ ബലപ്പെടുന്നത്. ബംഗാൾ
ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ചീഫ് ഇലക്ഷൻ ഓഫീസർ മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറിയായും SIRന് നേതൃത്വം നൽകിയ സുബ്രത ഗുപ്തയെ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേശകനായും നിയമിച്ചത് വലിയ വിമർശനങ്ങൾ ഉയർത്തി. CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ദേശീയതലത്തിൽ വിഷയമുയർത്തി. തെരഞ്ഞെടുപ്പ് പോലെയുള്ള ചുമതലകളിൽ നിയോഗിക്കപ്പെടുന്ന പ്രധാന ഉദ്യോഗസ്ഥർക്ക് വിജയിച്ച സർക്കാരിന് കീഴിൽ ഉന്നത പദവി നൽകുന്നതിന് കൂൾ ഓഫ് ടൈം ഏർപ്പെടുത്തണം എന്നായിരുന്നു AICCയുടെ ആവശ്യം. ബംഗാളിലെ നിയമനത്തെ ദേശീയതലത്തിൽ ഇങ്ങനെ വിമർശിച്ച കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ സമാന നീക്കത്തെ എങ്ങനെ കാണുന്നു? ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ അട്ടിമറിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJP ശ്രമിക്കുമ്പോൾ സമാനമായ നിലയിലുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരും നടത്തുകയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന് ഇംഗിതത്തിന് വഴങ്ങി തീരുമാനമെടുക്കുന്ന സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളും മാറുന്നു എന്നാണ് CPMന്റെ ആരോപണം. VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള രണ്ടാമത്തെ പ്രധാന പ്രതികരണമാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യത്തേത് വന്ദേ മാതരം മുഴുവൻ ആലപിച്ച സംഭവത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. നേരത്തെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോടൊന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുക എന്നതാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി എടുത്തു വരുന്ന സമീപനം. മംഗലാപുരം യാത്രയിലൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരെ കോൺഗ്രസുകാർ അപമാനിച്ചതും വന്ദേ മാതരം ഫുൾ പാടിയതടക്കമുള്ള സംഭവങ്ങളിലടക്കം കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ ഒഴിഞ്ഞുമാറുക എന്നത് അസാധ്യമാക്കും വിധത്തിൽ സമൂഹത്തിൽ ചർച്ചകൾ ഉയർന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ അത്തരം വിമർശനങ്ങളും വിവാദങ്ങളും തമസ്കരിച്ചതുകൊണ്ടും രക്ഷയില്ലാത്ത വിധം സംഭവം ചർച്ചയായി കഴിഞ്ഞു. മുഖ്യമന്ത്രി ഡൽഹി യാത്രയ്ക്ക് ശേഷം വിശദീകരണം നൽകുന്നത് എങ്ങനെയെന്നതായിരിക്കും AICC ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ദേശീയ തലത്തിൽ തന്നെ എടുത്ത ശ്രദ്ധേയമായ ഒരു നിലപാട് ഇരട്ടത്താപ്പാണ് എന്ന് വിലയിരുത്തപ്പെടും എന്നവർക്കറിയാം. അതുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണവും ഉറ്റുനോക്കുകയാണ് നാട്. കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. നന്ദി, നമസ്കാരം.